ഇടുക്കി പീരുമേട്ടിൽ ആദിവാസി സ്ത്രീ സീത മരിച്ച സംഭവത്തിൽ അടിമുടി ദുരൂഹത. കാട്ടാന ആക്രമണത്തിലാണ് സീത മരിച്ചതെന്ന മൊഴിയിൽ ഉറച്ച് ഭർത്താവ് ബിനു. എന്നാൽ വന്യജീവി ആക്രമണമില്ലെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആവർത്തിക്കുന്നത്. വിഷയത്തിൽ പോലീസ് വിശദവും ശാസ്ത്രീയവുമായുള്ള അന്വേഷണമാണ് നടത്തുന്നത്. പീരുമേട്ടിലെ ആദിവാസി സ്ത്രീ സീതയുടെ മരണത്തിലെ ദുരൂഹത ഒഴിയുന്നില്ല. സീത മരിച്ചത് കാട്ടാന ആക്രമണത്തിൽ തന്നെയാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഭർത്താവ് ബിനു. വനംവകുപ്പും മാധ്യമങ്ങളും അറിയാത്ത കുറ്റം തനിക്കുമേൽ ചുമത്തുകയാണെന്ന് ബിനു ആരോപിക്കുമ്പോൾ വിശദീകരണവുമായി വനംവകുപ്പും രംഗത്തെത്തിയിട്ടുണ്ട്. പീരുമേട് പ്ലാക്കത്തടം തോട്ടാപുരയ്ക്ക് സമീപത്ത് നിന്ന് 2.5 കിലോമീറ്റർ അകലെയാണ് വെള്ളിയാഴ്ച വൈകിട്ട് സീതയുടെ മരണം സംഭവിച്ചത്. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോകുന്നതിനിടെ കാട്ടാന ആക്രമിച്ചു കൊന്നുവെന്നാണ് ഭർത്താവ് ബിനു നൽകിയ മൊഴി. എന്നാൽ മരണം കൊലപാതക സമാനമെന്ന് പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയതാണ് മരണത്തിൽ അസാധാരണ വഴിത്തിരിവായത്. ഫോറൻസിക് സംഘവും പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സംഭവം നടന്ന പ്ലാക്കത്തടം തോട്ടപ്പുരയ്ക്കടുത്ത് മീൻമുട്ടി വനമേഖലയിൽ പരിശോധന നടത്തി. കാട്ടാന പ്രദേശത്ത് വന്നുപോയതായി പരിശോധനയിൽ കണ്ടെത്തി. സ്ഥിരം കാട്ടാന ഇറങ്ങുന്ന സ്ഥലമാണ് ഇതെന്നാണ് പ്രദേശവാസികളും പറയുന്നത്. സീത മരിച്ചത് കാട്ടാന ആക്രമിച്ചു തന്നെ. കാട്ടാന തന്നെയും ആക്രമിച്ചു. തുമ്പിക്കൈക്കടിച്ച് 15 അടിക്കപ്പുറം എറിഞ്ഞുവെന്നും ബിനു ആവർത്തിച്ചു പറയുന്നു. ഇവിടെ ആന അടിച്ചെറിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ചാടി ആനക്കിട്ട് അടിച്ചു. കൈകൊണ്ട് ആനക്കിട്ട് അടി കൊടുത്തു. കൈകൊണ്ട് അടി 2 അടി കൊടുത്തു. 2 അടി ആനക്കിട്ട് കൈകൊണ്ട് അടി കൊടുത്ത് എന്നെ തട്ടി എറിഞ്ഞത് അപ്പുറത്ത് ഒരു 10 അടിയോളം അകലെ ഞാൻ തെറിച്ചു പോയി. ആ എറിഞ്ഞിട്ട് പിന്നെയും തിരിച്ച് കിടന്നിടത്തിലോട്ട് തിരിഞ്ഞ് പോകുന്ന ഞങ്ങൾ. അതിന് എന്താ സംഭവിച്ചു? ഇവിടെ തിരിച്ച് ഔട്ടോ അല്ലെ വേറെ എന്തെങ്കിലും ചെയ്തതെന്ന് എനിക്ക് കാണാൻ പറ്റില്ല. ഞാൻ ഈ വീണ കൊടുത്തു. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ പണം വാങ്ങിയിട്ടുണ്ട്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കും ഇതിൽ പങ്കുണ്ടെന്നും ബിനു ആരോപിക്കുന്നു. എന്നാൽ ബിനു വനം വകുപ്പിൽ താൽക്കാലിക വാച്ചറായി ജോലി ചെയ്യുന്ന ആളാണെന്നും തോട്ടപ്പുരയ്ക്ക് സമീപത്തെ വനത്തെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ആളാണെന്നുമാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ വാദം. അതേസമയം വനം വകുപ്പ് ഉദ്യോഗസ്ഥരല്ല കൊലപാതകമാണോ അല്ലയോ എന്ന് സ്ഥിരീകരിക്കേണ്ടതെന്നും പോലീസ് നിഷ്പക്ഷ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ് രംഗത്തെത്തി. ദുരൂഹത അവസാനിക്കണം. ആധികാരികമായ ഒരു മരണം ഉണ്ടായാൽ അത് കൊലപാതകമാണോ സ്വാഭാവിക മരണമാണോ അല്ലെങ്കിൽ ആനയെ വെട്ടി ആണോ മരിക്കാനിടയായതെന്ന് ആധികാരികമായ അന്വേഷണത്തിലൂടെ പറയേണ്ടത് പോലീസാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ അത്ര ചുമതല ഗവൺമെന്റ് ഏൽപ്പിച്ചിട്ടില്ല. മരണകാരണം സംബന്ധിച്ച് ദുരൂഹത നിലനിൽക്കുന്നതിനാൽ വനംവകുപ്പ് പ്രഖ്യാപിച്ച ആദ്യഘട്ട ധനസഹായം തടഞ്ഞുവെച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പൂർണ്ണരൂപത്തിൽ ലഭിച്ചാൽ മാത്രമേ മരണകാര്യത്തിൽ വ്യക്തതയുണ്ടാകൂ. ശേഷം പോലീസ് തുടർ നടപടികളിലേക്ക് കടക്കും. സീതയുടെ ഭർത്താവ് ബിനു ഇപ്പോഴും പോലീസിന്റെ നിരീക്ഷണത്തിൽ തുടരുകയാണ്. ന്യൂസ് മലയാളം, ഇടുക്കി.